എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോണത് ഒരു സേമിയ ജ്യൂസാണ്. 3 കൂട്ടം മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കണത്. ഒരു ഗ്ലാസ് അളവിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോണത്. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ സാധനങ്ങൾ ചേർത്ത് ജ്യൂസ് തയ്യാറാക്കാവുന്നതാണ്. അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ചെറുപ്പഴമാണ് വേണ്ടത്. അതിൽ ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ചെറുപ്പഴമാണ് എടുത്തിട്ടുള്ളത്. 3 ചെറുപ്പഴം എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ജ്യൂസിന് വേണ്ടി. പിന്നെ ചേർക്കാൻ പോണത് കപ്പലണ്ടിയാണ്. 1 ടീസ്പൂണ് കപ്പലണ്ടി ഒരു ഗ്ലാസ് ജ്യൂസിന് വേണ്ടത്. ഇനി വേണ്ടത് സേമിയയാണ്. സേമിയ നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് വേണം. 1 ടീസ്പൂണ് സേമിയ വെള്ളത്തിലിട്ട് അരമണിക്കൂർ കുതിർത്തിയതിന് ശേഷം വേണം നമുക്ക് ജ്യൂസ് തയ്യാറാക്കാനായിട്ട്. ഈ 3 കൂട്ടം മാത്രം വെച്ചിട്ടാണ് ഈ ജ്യൂസ് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തൊലി കളഞ്ഞ പഴം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടിച്ചെടുക്കാം. ജ്യൂസ് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇതിലേക്ക് സേമിയ, കുതിർത്തി വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂണ് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പഴം ജ്യൂസ്, സേമിയയും പഴവും കപ്പലണ്ടിയും ചേർന്ന നല്ലൊരു ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. 3 കൂട്ടം മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കിയേക്കുന്നത്. ഇതിൽ പാലോ പഞ്ചസാരയോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഷുഗർ ഉള്ളവർക്കും കഴിക്കാവുന്ന ഒരു നല്ല ജ്യൂസാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ജ്യൂസാണിത്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക.